വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം എങ്ങനെയാണ് ഉണ്ടായതെന്നും അത് എങ്ങനെയാണ് അവസാനിച്ചതെന്നും ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ആരാ ജയിച്ചത് ആരായിരുന്നു? നമ്മുടെ ഇംഗ്ലണ്ടും ഫ്രാൻസും അതുപോലെ തന്നെ ആരാണ്? നമ്മുടെ USSR ആണ് എന്ത് ചെയ്തത്? ജയിച്ചത്. ആരൊക്കെയാണ് തോറ്റത് മെയിനായിട്ട് ആരൊക്കെയാണ്? ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇറ്റലിയുടെ പേരെന്താ പറയാത്ത? ഇറ്റലി ഉണ്ടായിരുന്നല്ലോ എന്ന്. സത്യത്തിൽ ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ വലിയ പങ്കൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ ഫലത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം ജയിച്ച ഈ പറയുന്ന ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അതുപോലെ റഷ്യ അല്ലെങ്കിൽ USSR സഖ്യത്തിൻ്റെ കൂടെ ആയിരുന്നു ആര്? ഇറ്റലി എന്ന് പറയുന്നത്. അത് നിങ്ങളിവിടെ മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, പറയുമ്പോൾ അവരെന്തുണ്ടായിരുന്നു? സഖ്യത്തിനകത്തൊക്കെ ആളായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സംഭവമൊക്കെ ശരി തന്നെയാണ് അല്ലേ? ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, ആരാണ്? ട്രിപ്പിൾ അലയൻസിനകത്ത് ഇറ്റലി ഉണ്ടായിരുന്നെങ്കിലും യുദ്ധത്തിൽ ഇറ്റലി വലിയ രീതിയിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മെയിനായിട്ട് പണി കിട്ടിയ ആൾക്കാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിക്കാണ് പണി കിട്ടിയത്. ഓസ്ട്രിയ ഹംഗറിയെ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് ഓസ്ട്രിയ ഹംഗറി രണ്ട് രാജ്യമൊക്കെ ആയിട്ട് മാറ്റി. ജർമ്മനിയുടെ പുറകെ തലയ്ക്കുമുള്ള ഒരുപാട് പണികൾ കൊണ്ട് കിട്ടും. ആ പണികളെയാണ് ട്രീറ്റി ഓഫ് വെഴ്സൈലീസ് എന്ന് പറയുന്നത്. വെഴ്സൈലീസ് ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വെഴ്സൈലീസ്. വെഴ്സൈലീസ് ട്രീറ്റി പ്രകാരം എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിക്ക് ഒരുപാട് പണികൾ കിട്ടി. ഒന്ന്, ജർമ്മനിയുടെ കോളനികളായിരുന്ന സ്ഥലങ്ങൾ മൊത്തം എന്ത് ചെയ്തു? അവരെ കയ്യിൽ നിന്ന് പോയി. അവർക്ക് ഇനി ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്ന് അവർ സമ്മതിക്കേണ്ടി വന്നു. മാത്രമല്ല, യുദ്ധത്തിലുണ്ടായ നഷ്ടത്തിന് പേരിൽ നഷ്ടപരിഹാരമായിട്ട് ഈ ജയിച്ച രാജ്യങ്ങൾക്ക് ഒരു വലിയ തുകയും ആര് കൊടുക്കേണ്ടി വന്നു? ജർമ്മനി കൊടുക്കേണ്ടതായിട്ട് വന്നു. സോ ജർമ്മനിക്ക് ഭയങ്കര നാണക്കേട് ആയിപ്പോയി. ജർമ്മൻകാരായിട്ടുള്ള ജനതയ്ക്ക് മൊത്തം അത് ഭയങ്കര ഒരു തോൽവിയായിട്ട് തോന്നി. അവരെന്ത് ചെയ്തു? അത് അവരുടെ പേഴ്സണൽ ഒരു പ്രശ്നമായിട്ട് മാറ്റി. അല്ലേ? ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുകയാണ്. നമ്മളെങ്ങാനും തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നവരല്ല, നമ്മുടെ രാജ്യം പക്ഷേ തോറ്റാൽ നമുക്കത് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ജർമ്മൻകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇറ്റലിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ അല്ലെ, ഇറ്റലി കൂടെ നിന്ന് ചതിച്ചാണോ? ഇറ്റലി ചതിച്ചൊന്നുമല്ല. ഇറ്റലി എന്ത് ചെയ്തു? ഞങ്ങളില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കൂ, ഞങ്ങളില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ യുദ്ധം ജയിച്ചപ്പോൾ അല്ലെ, ഈ ഫ്രാൻസിൻ്റെയും ഈ പറയുന്ന ഇംഗ്ലണ്ടിൻ്റെയും കൂടെയൊക്കെയാണ് ഇറ്റലി എന്ത് ചെയ്തത്? ഹെൽപ്പ് ചെയ്ത്. പക്ഷേ യുദ്ധം ജയിച്ചിട്ട് ഈ കിട്ടിയ സാധനങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഇറ്റലിക്കൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇറ്റലിക്കും അത് ഭയങ്കര നാണക്കേടായി. ഇറ്റലിയിലെ ആൾക്കാർക്കും എന്തായി? അത് വലിയ നാണക്കേടായി. കാരണം ഇറ്റലി എന്ന് വെച്ചാൽ പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ ആൾക്കാരാണ് അല്ലേ? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ വലിയ റോമാ സാമ്രാജ്യം നമ്മൾ ലോകം പിടിച്ചെടുത്ത ആൾക്കാർ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഈ പറഞ്ഞ ഇന്നലെ വന്ന് ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ കൂടി നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്ന് വെച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ ഈ പറയുന്ന ഒരു വിഷമത്തിനെ മുതലെടുത്തുകൊണ്ട്, ജനങ്ങളുടെ ഈ പറയുന്ന രാജ്യത്തോടുള്ള ആ ഒരു സ്നേഹത്തെ മുതലെടുത്തുകൊണ്ട് ഒരു പുതിയ രീതി ഇവിടെ വരികയാണ്. നമ്മുടെ ഈ പറയുന്ന ചില തോറ്റ രാജ്യങ്ങളിൽ വരികയാണ്. ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ടോട്ടലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യം എന്ന് മലയാളത്തിൽ പറയും. എന്ത് പറയും? ടോട്ടലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യം എന്ന് പറയും. അപ്പോൾ സമഗ്രമായി ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ ടോട്ടലായി സർക്കാരിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നൊരു പരിപാടിയാണെന്ത്? ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്, നിങ്ങൾ ഹോളോകാസ്റ്റ് എന്നൊരു കാര്യത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? പോട്ടെ, ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ ആ ഒരു ബ്രൗൺ ഷർട്ടൊക്കെ ഇട്ട് കയ്യിലൊരു സ്വസ്തിക് സിമ്പലൊക്കെ വെച്ച് നാസിസം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും മുന്നേ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നാസിസം എന്ന് പറയുന്നത് ഈ ടോട്ടലിറ്റേറിയനിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ ഇറ്റലിയിലുണ്ടായിരുന്ന ഫാസിസവും ഇതിന് എക്സാമ്പിളാണ്. ഇതുപോലത്തെ സാധനം ജപ്പാനിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ പല രാജ്യങ്ങളിലും എന്ന് വെച്ചാൽ ഭയങ്കര രാജ്യസ്നേഹമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജ്യത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കുടുംബം നോക്കുക എന്നുള്ളത് രണ്ടാമത്, രാജ്യമാണ് പ്രധാനം. അതായത് പണ്ട് ഈ പറയുന്ന നമ്മുടെ ഇറ്റലിയിലെ മുസോളിനി പറയുന്നുണ്ട് എന്താണ്? സ്ത്രീകൾക്ക് മാതൃത്വം പോലെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നോബിളായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അമ്മയാവുക എന്നുള്ളത്. അതുപോലെയാണ് പുരുഷൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് സ്പിരിറ്റ് കൊണ്ട് കുറേ എണ്ണം എന്ത് ചെയ്യും? ഒന്നും നോക്കാതെ പറയുന്നത് കേട്ടോണ്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് അടിക്കാനായിട്ട് ഇറങ്ങുന്നൊരവസ്ഥ. ഇനി ഈ ജനങ്ങളുടെ മുറകിൽ ഈ ഗവൺമെൻറ് ഫുൾ കൺട്രോൾ. അത് ജനത്തിന് സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല, ഈ പറയുന്ന മാനവികതയില്ല, ഒന്നുമില്ല. സർക്കാർ പറയും അങ്ങ് കേട്ടോളണം എന്നൊരവസ്ഥയാണ് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. കഥയിൽ പറയുന്ന വേറൊന്നുമല്ല. നിങ്ങൾ ഈ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു ജയിലിനെ പറ്റി കേട്ടിട്ടുണ്ട്. പോളണ്ടിലുള്ളൊരു ജയിലാണ് ഈ പറയുന്നത് ഓഷ്വിറ്റ്സ് ജയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓഷ്വിറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാനങ്ങനെ ഉച്ചരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ജയിൽ ആരുടെയാണ്? നാസികൾ ഈ പറയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന ഒരു ജയിലാണ്. ക്രൂരതയുടെ ഒരു പെയിൻ സ്ഥലമാണ് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഇവിടെ പറയുന്നത് 2021 നമ്മുടെ ഫ്രാൻസിസ് അല്ലെ, പോപ്പ് ഫ്രാൻസിസ് എന്ത് ചെയ്യുന്നു, ഒരു പെൺകുട്ടി ലിദിയ മാക്സിമോവിക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി ഈ ജർമ്മനി, പോളണ്ട് ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു. ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. 3 വയസ്സുള്ള പ്രായത്തിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് പാർപ്പിച്ചു. അപ്പോൾ അവിടെ ഈ ജയിൽ പുള്ളിയൊക്കെ നമ്പറിംഗ് ഒക്കെ പച്ചകുത്തുമായിരുന്നു. പച്ചകുത്തുവാണോ ചാപ്പ കുത്തുവാണോ അറിയില്ല. അതൊക്കെ കുത്തി ആ പറയുന്ന സ്ഥലത്ത് ആ പറയുന്ന പോപ്പും വഹിക്കുന്നു. അതായത് മനുഷ്യത്വത്തിൻ്റെ ഒക്കെ ഒരു ലംഘനത്തിൻ്റെ ഒരു മാക്സിമം ആയിരുന്നു ഈ പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെ മുന്നേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഈ ടോട്ടലിറ്റേറിയനിസത്തിൻ്റെ 2 ഉദാഹരണങ്ങൾ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നാസിസവും മറ്റൊന്ന് ഫാസിസവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കഥയിലോട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിനകത്താണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് എഴുതി വെച്ചേക്കുന്നത്. ലിദിയ മാക്സിമോവിക്സ് എന്ന് പറയുന്ന കുട്ടിയാണ്. കുട്ടി പിന്നെ സർവൈവ് ചെയ്യുന്നുണ്ട്. യുദ്ധം അവസാനിക്കുമ്പോൾ ഈ ജയിലിൽ ലിബറേറ്റ് ആവും വരും. അപ്പോൾ സംഭവത്തിലോട്ട് നമുക്ക് വരാം. ആസ് എ റിസൾട്ട് ഓഫ് ദ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കോസ്ഡ് ബൈ ദ ഫസ്റ്റ് വേൾഡ് വാർ, 1-ാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ഫലങ്ങൾ പ്രകാരം എന്ത് പറ്റി, പല രാജ്യങ്ങളും രാഷ്ട്രീയമായും സാമ്പത്തികമായും വളരെ നഷ്ടത്തിലായി. അപ്പോൾ പൊതുവേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടത്തോട് എല്ലാവർക്കും ഒരു ദേഷ്യ എതിർപ്പ് ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, അങ്ങനെ ഇവർക്കെതിരായിട്ടും അതുപോലെ രാജ്യം തോറ്റപ്പോൾ നമ്മളായിട്ട് തോറ്റൊരു ഫീല് കാരണവും പുതിയൊരു മൂവ്മെന്റ് വരുന്നു. അതിൻ്റെ പേരാണ് ടോട്ടലിറ്റേറിയനിസം, അല്ലെങ്കിൽ മലയാളത്തിൽ സമഗ്രാധിപത്യം എന്ന് പറയും. ഓക്കെ, എന്താണ് ടോട്ടലിറ്റേറിയനിസം? ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം വെയർ ദ സ്റ്റേറ്റ് എക്സർട്ട് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഓൾ ആസ്പെക്ട് ഓഫ് ലൈഫ്. ജനങ്ങളുടെ എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ആയിരിക്കും. അതായത് നമ്മൾ ആരെ ഫോൺ വിളിക്കണം, ആരോട് സംസാരിക്കണം, നമ്മൾ ആർക്ക് കത്തയക്കണം, നമ്മൾ ടി വിയിൽ എന്ത് കാണണം, നമ്മളെങ്ങനെ സംസാരിക്കണം എന്നുള്ള എല്ലാ കാര്യവും ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ. ഓക്കെ, ഡിസ്റിഗാർഡിങ് ദ ഇൻഡിവിജ്വൽ പ്രൈവസി ആൻഡ് സിവിൽ റൈറ്റ്സ്, അല്ലെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയും അവൻ്റെ അവകാശങ്ങളെ എന്ത് ചെയ്യുന്നു, നിരോധിക്കുന്നു. ദ ഐഡിയോളജി, ഇത് തീരുന്നില്ല കേട്ടോ, ദ ഐഡിയോളജി ഗ്ലോറിഫൈസ് ദ സ്റ്റേറ്റ് എബോവ് ഓൾ എൽസ്, അല്ലെ രാജ്യമാണ് പ്രധാനമെന്ന് പറയുന്നു. ഫോഴ്സിങ് സിറ്റിസൺസ് ടു ലീവ് സോൺലി ഫോർ ദെയർ നേഷൻസ്, അല്ലെ രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടലിറ്റേറിയനിസം, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും, സമഗ്ര ആധിപത്യം എന്ന് പറയും. ഇത് പറയും സമഗ്രാധിപത്യം. അപ്പോൾ മലയാള മീഡിയം കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മലയാള മീഡിയം ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു ക്ലാസ് ഞാൻ ഒരു 1 ഷോട്ട് പോലെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്താലോ എന്നൊരു ചിന്ത ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പറ. ഹിസ്റ്ററി ആയതുകൊണ്ട് ഒരുവിധം മലയാളം മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കുട്ടികൾക്ക്, മലയാള മീഡിയം കുട്ടികൾക്ക്, ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക്. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നവന്മാർക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്നും അത്ര വശമില്ലല്ലോ, അല്ലേ? മലയാളത്തിൽ പറഞ്ഞു തരുമ്പോഴല്ലേ അത് പിടികിട്ടുന്നത്. വാക്കുകൾ, എനിക്ക് മലയാളം വാക്കുകൾ പറയുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മലയാള അങ്ങനെയല്ല, മലയാളം അറിയാത്ത ആളെന്നല്ല, എനിക്ക് ഈ വാക്ക് ഞാനും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നതുകൊണ്ട് നമ്മൾ കാണാതെ ഒക്കെ പഠിച്ചു വെച്ചേക്കുന്നതൊക്കെ ഇംഗ്ലീഷ് വാക്കല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മലയാളത്തിൽ പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ മലയാളം വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയും, ഞാൻ എന്ത് ചെയ്യാം, മലയാളം മീഡിയം ടെസ്റ്റ് വെച്ചിട്ട് ഒരു ക്ലാസ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സമഗ്രാധിപത്യമാണ് ടോട്ടലിറ്റേറിയനിസം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട അതിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ, ഒന്ന് റിജക്ഷൻ ഓഫ് ഡെമോക്രസി ഒന്നും വേണ്ട, ജനങ്ങൾ ആധിപത്യം കൈവച്ചാൽ മതി. ജനങ്ങളെന്ന് പറയുന്ന രാജ്യം പറയുന്നത് കേൾക്കണം. അതിപ്പോൾ രാജാവ് മാറി ഇപ്പോൾ ആര് വരും, ഇപ്പോൾ നിങ്ങൾ ചോദിക്കും രാജാവാണോ? അല്ല, രാജാവല്ല. രാജാക്ക് ഭരണമൊക്കെ എന്ത് ചെയ്യുന്നു, 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു കേട്ടോ. ജർമ്മനിയിലും രാജാധിപത്യം ഉണ്ടായിരുന്നു, ഇറ്റലിയിലുണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തു, പോയി. എന്നാൽ ജനങ്ങളുടെ പ്രതിനിധിയും കൂടി വരും. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ച് തീർന്നപ്പോൾ പഠിച്ചില്ല, ജനങ്ങളുടെ ഒരു അധികാരികൾ വരുന്നു. അവന്മാരും സ്വേച്ഛാധിപതിയെ പോലെ തന്നെയാണ് ഭരിച്ചിരുന്നത്. അത് തന്നെ ഇവിടെ സംഭവം. ഡെമോക്രസിയെ ഡെമോക്രസിയോടുള്ള നിരാസം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒപ്പോസിഷൻ ടു സോഷ്യലിസം, അല്ലെ സോഷ്യലിസം വേണ്ട. കാർൽ മാർക്സിന്റെ കാര്യം നമ്മൾ പഠിച്ചു സോഷ്യലിസത്തിൽ. സപ്പോർട്ടിങ് ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യം, ഏകാധിപത്യ ഭരണത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. എക്സ്ട്രീം നാഷണലിസം, അല്ലെ രാജ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാൻകാരനെ കണ്ടെത്തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ, അവൻ തെറ്റുകാരനാണോ അല്ലെന്നൊക്കെ അറിയണ്ടേ. എന്നാൽ ആ ഒരു രീതിയിലുള്ള, അല്ലെ അതാണെന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം. രാജ്യസ്നേഹം അങ്ങ് അറ്റം ഭയങ്കര കൂടുതലാണ്. എലിമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഒപ്പോണൻസ്, അല്ലേ രാഷ്ട്രീയപരമായിട്ടുള്ള എതിരാളികളൊക്കെ എന്ത് ചെയ്യുക, സംസാരവും വാദമൊന്നുമില്ല, അങ്ങ് കൊന്നു കളയുക. വിഷയം തീർന്നല്ലോ. ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ, അതിൻ്റെ വയലൻസ്, അല്ലെ കേട്ടോ, യുദ്ധത്തെ എന്ത് ചെയ്യുക, ഗ്ലോറിഫൈ ചെയ്യുക, മഹത്വവൽക്കരിക്കുക എന്നൊക്കെ ഉള്ളായിരുന്നു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇപ്പോൾ ജർമ്മനിയിൽ നാസിസം എന്ന് പറയും, ഇറ്റലിയിൽ തന്നെ എന്ത് പറയും, ഫാസിസം എന്ന് പറയും. രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. അതായത് ഒരാളായിരിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നോർത്ത് കൊറിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നോർത്ത് കൊറിയയിൽ ആരാണ്, കിങ് ജോൺ ഉൻ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ മെയിൻ, അല്ലെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന അയാളാണ്. അയാൾ പറയുന്ന പോലെ എനിക്ക് രാജ്യം പോകുന്നു. ഒരു ഉദാഹരണം പറയാം. ആ രാജ്യത്ത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ എങ്ങനെ മുടി വെട്ടണമെന്നുള്ള മുടിവെട്ടുന്ന സ്റ്റൈലുകൾ ഒരു സെറ്റുണ്ട്. ഈ സ്റ്റൈലിൽ മുടി വെട്ടാൻ പാടുള്ളൂ. ടി വിയിൽ എന്ത് കാണണം ഗവൺമെൻറ് തീരുമാനിക്കും. ഇൻ്റർനെറ്റ് ഇല്ല.
ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പറയുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ജീൻസ് ഇടാൻ പാടില്ല, അല്ലെ, മറ്റ് മതഗ്രന്ഥങ്ങൾ കയ്യിൽ കരുതാൻ പോലും പാടില്ല, അതവിടെ ടൂറിസ്റ്റ് വന്നാൽ പോലും പാടില്ല. ഈ രീതിയാണ് ടോട്ടലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് സമഗ്രാധിപത്യം അല്ലെങ്കിൽ ടോട്ടലിറ്റേറിയനിസം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഓക്കെ, വെൽത്ത് ആൻഡ് ദ വേൾഡിൻ്റെ നോട്ടിലൂടെ ഒന്നിക്കുക. നല്ല ഒരു സെക്കൻഡ് താഴോട്ട് പോട്ടെ. നമ്മൾ തീർന്നു കേട്ടോ. ഈ ചാപ്റ്റർ ഞാൻ ഒരു ക്ലാസ്സും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യും? തീർക്കും. ഓക്കെ, അപ്പോൾ നോക്കിയോ, ടോട്ടലിറ്റേറിയനിസം എന്താണ്? ടോട്ടലിറ്റേറിയനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സിസ്റ്റം വെയർ ദ സ്റ്റേറ്റ് എക്സേർട്ട് കംപ്ലീറ്റ് കൺട്രോൾ, അല്ലെ, സ്റ്റേറ്റ് ഒരാളുടെ എല്ലാ ജീവിത കാര്യങ്ങളിലും കൺട്രോൾ ഏർപ്പെടുത്തുന്നു, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയും സിവിൽ റൈറ്റ്സിനെയും ഇല്ലാതാക്കുന്നു. ഇതെങ്ങനെയായിരിക്കും? രാജ്യമാണ് പ്രധാനമെന്ന് എല്ലാവരെയും പറഞ്ഞു വരുത്തുന്നു. സിറ്റിസൺസിനെ എന്ത് ചെയ്യുന്നു? രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഒന്ന്, ഡെമോക്രസി എന്ന് പറയാൻ വേണ്ട, രാജ്യവും അധികാരമൊക്കെ, അല്ലെ, ജനാധിപത്യമൊക്കെ കൈവച്ചാൽ മതി. സോഷ്യലിസം വേണ്ട, അല്ലെ, ജനങ്ങളുടെ ഒരു കളക്റ്റീവ് രാജ്യം ഭരിക്കുന്നതൊന്നും പറ്റൂല. ഡിക്റ്റേറ്റർഷിപ്പ് മതി. അതുപോലെ എന്താണ്, നാഷണലിസം കുറച്ച് കൂടുതൽ, പൊളിറ്റിക്കൽ ഒപ്പോണന്റുകളെ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ വാറിനെയും വയലൻസിനെയും ഗ്ലോറിഫൈ ചെയ്യുക. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ പഠിച്ചതുപോലെ, അല്ലെ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്പെഷ്യൽ പോലീസ് ഉണ്ടാക്കിയിട്ട് നാട്ടിലുള്ളവന്മാരെയൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞ് പിടിച്ചു കൊല്ലുന്ന പരിപാടി. ഇതിന്റെ 2 ഉദാഹരണങ്ങളാണ് ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. ഇറ്റലിയിലോട്ട് പോവാം. ഇറ്റലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ ഫാസിസം തുടങ്ങുന്ന വ്യക്തിയുടെ പേര് ബെനീറ്റോ മുസോളിനി എന്നാണ്. ആരാണ്? ബെനീറ്റോ മുസോളിനി. ഈ മുസോളിനി പണ്ട് സോഷ്യലിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇയാൾ പണ്ട് ഇറ്റലിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പട്ടാളത്തിൽ ഇത്ര കാലം ജോലി ചെയ്യണമെന്നുള്ള നിർബന്ധിത പട്ടാള സർവീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മുങ്ങാൻ വേണ്ടി തൊട്ടടുത്ത രാജ്യത്ത് പോയി താമസിക്കുകയും അവിടെ സോഷ്യലിസം ഭയങ്കര കിടിലമെന്നൊക്കെ പറയുകയും അവർ പിടിച്ച് ജയിലിൽ ഇടുകയും തിരിച്ചിവിടെ വരികയും ഒക്കെ ചെയ്തിട്ട് ഭയങ്കര സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ബെനീറ്റോ മുസോളിനി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി സോഷ്യലിസം കൊണ്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് അയാൾ എന്തിലോട്ട് പോകുന്നത്? ഈ പറയുന്ന ഫാസിസത്തിലോട്ട് പോകുന്നു. അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു. ആര് കൊണ്ടുവന്നു? ബെനീറ്റോ മുസോളിനി കൊണ്ടുവന്നു. 1922 ഈ പറയുന്ന ബെനീറ്റോ മുസോളിനി, ഇത് ഇപ്പോൾ ആലോചിച്ച് നോക്കടാ, നമ്മൾ യുദ്ധത്തിൽ നമ്മൾ റോമാ സാമ്രാജ്യം ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കിടിലം. ഈ റേസിസത്തിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഇതാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമ്മളാണ് കിടിലങ്ങൾ, അപ്പം ബാക്കിയുള്ളവരൊക്കെ മോശം, ബാക്കിയുള്ളവരൊക്കെ അത്ര പോരാ. അപ്പം നമ്മുടെ സുപ്രീമസി വേണം, അല്ലെ, അവന്മാർക്ക് എന്താ നമ്മളെ കണ്ട ബഹുമാനിക്കുക ഒരു ബുദ്ധിമുട്ട്. ആ ഒരു രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ 1-ാം ലോക മഹായുദ്ധ സമയത്തെ ഉണ്ട് കേട്ടോ. ഇതിപ്പം അന്ന് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞുകൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, അതിന് മുന്നേ ഉണ്ട്. നമ്മളത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ, 1-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്ന കാര്യത്തിൽ ഈ റേസിസത്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ള പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നോട്ട് ഇയാൾ അത്യാവശ്യം ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റോമിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. എന്നിട്ട് പറയുന്നു എന്താണ്? ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കുന്നുണ്ടോ, ഞങ്ങൾ അധികാരത്തിലോട്ട് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് പറയും. ഇയാൾ ഇലക്ഷനൊക്കെ നിന്ന് തോറ്റിട്ട് എന്ത് ചെയ്യും? രാജാവിനെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യും? ഇയാൾ അധികാരത്തിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഡെമോക്രാറ്റിക്കലി അല്ല വരുന്നത്, ഭീഷണിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അധികാരത്തിലോട്ട് വരുന്നത്. ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് കൊണ്ടുവരുന്നു. അതിൻ്റെ പേരാണ് ബ്ലാക്ക് ഷർട്ട്സ്. എന്താണ് ബ്ലാക്ക് ഷർട്ട്സ്? ഒരു മിലിറ്ററി ഫോം ചെയ്യുന്നു. അതിൻ്റെ പേരാണ് എന്ത്? ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത്. എന്ത് ചെയ്തു? മറ്റ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും, ഫാസിസത്തെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും നിരോധിക്കുന്നു. അതുപോലെ സോഷ്യലിസം, ലേബറുടെ അവകാശങ്ങൾ പറയുന്ന കാര്യം, പെസന്റ് ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഉള്ള ഓർഗനൈസേഷൻസ്, ഇതിനെയൊക്കെ നിരോധിക്കുന്നു. അതായത് ജനങ്ങളുടെ അവകാശവാദമൊക്കെ നീയൊക്കെ തൽക്കാലം കൈവച്ചു, ഇപ്പം രാജ്യം മതി, രാജ്യത്തിന് എന്ത് ചെയ്യണം? നമ്മൾ മഹത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ട് ഇവരൊക്കെ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും. എന്നുവെച്ചാൽ ഇവരുടെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്ത് പറ്റും? ഇവർ ചോരയൊക്കെ തിളച്ച് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യണം? പിടിച്ച് 2 ഇടി കൊടുക്കണമെന്ന് തോന്നിക്കുന്നു. അങ്ങനെ തീപ്പൊരി പ്രസംഗത്തിൻ്റെ ആൾക്കാരാണ് ഇവരെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം, ഫാമിലി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ഫാമിലി. അപ്പോൾ ഫാ ഫോർ ഫാസിസം, എം ഫോർ മുസോളിനി, LY ഫോർ ഇറ്റലി. ഓക്കെ, അപ്പോൾ ഫാസിസം, മുസോളിനി, ഇറ്റലി, ഫാമിലി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫാസിസം, മുസോളിനി, ഇറ്റലി, ഫാസിസം എന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഈ ഫാസിസവും നാസിസവും തമ്മിൽ ചിലപ്പോൾ തിരിഞ്ഞു. അടുത്ത് വരുന്നു ജർമ്മനിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനി ലോകമഹായുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? പൊട്ടിപ്പാളി. സത്യം പറഞ്ഞാൽ ജർമ്മനിക്ക് ആണ് കുറച്ചുകൂടി കൊള്ളേണ്ടത്. ഇറ്റലി സത്യം പറഞ്ഞാൽ ഇറ്റലി ഇവിടെയും കള്ളന്മാരാ കേട്ടോ. 2-ാം ലോക മഹായുദ്ധത്തിലും ഈ ജർമ്മനിയുടെ ഒരു സൈഡിൽ ഈ നടൻ്റെ കൂടെ നടക്കത്തില്ല, ശിങ്കിടി, അതുപോലെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി അടിയൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അവസാനം കിട്ടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജർമ്മനിയിൽ ഇതേ പറയുന്ന ടോട്ടലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യ ഐഡിയോളജി വിളിക്കുന്ന പേരാണ് നാസിസം. ഫൗണ്ടർ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ഇത് എല്ലാവർക്കും അറിയാം, അല്ലേ? ഹിറ്റ്ലറിനെ പറ്റി കേൾക്കാത്ത കുട്ടികളുണ്ടാകത്തില്ല. 23 ഇയാൾ എന്ത് ചെയ്യുന്നു? ബെർലിൻ തലസ്ഥാനത്തിലോട്ടാണ് മാർച്ച് കടത്തുന്നു, പിടിച്ച് ജയിലിടുന്നു. പിടിച്ച് ജയിലിടുന്നു. അപ്പോൾ ജയിലിൽ കിടന്നിട്ടാണ് ഇയാൾ നമ്മളെ മെയിൻ കാമ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇയാൾ ആത്മകഥയാണ്. മെയിൻ കാമ്പ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പുസ്തകമൊക്കെ എഴുതിയിട്ട് ജനങ്ങൾക്കിടയിൽ നല്ല ഒരു
സൂപ്പർ താര പരിവേഷത്തോടെ ജയിലിൽ നിന്ന് വെളിയിറങ്ങുന്നു. എന്ത് ചെയ്യുന്നു? പവർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷന് നിൽക്കുന്നു, പൊട്ടുന്നു, തോക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇയാൾ ഈ പറയുന്ന എന്താണ് മാനിപ്പുലേഷൻസിലൂടെ, അതായത് രാജാവിനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജർമ്മനിയുടെ ചാൻസലറായിട്ട് മാറുന്നു. ഓക്കെ, ജർമ്മനിയുടെ അധികാരിയായിട്ട് മാറുന്നു. ഇദ്ദേഹം കൊണ്ടുവരുന്ന പട്ടാളത്തിൻ്റെ പേരാണ് ബ്രൗൺ ഷർട്ട്സ്. എന്താണ്? ബ്രൗൺ ഷർട്ട്സ്. കാരണം ഹിറ്റ്ലറിൻ്റെ ഏത് ഫോട്ടോ കണ്ടാലും അയാൾ ബ്രൗൺ ഷർട്ടും കയ്യിലൊരു സ്വസ്തിക് ഇങ്ങനത്തെ സിമ്പലൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇയാൾക്ക് കമ്മ്യൂണിസത്തിന് ഒട്ടും ഇഷ്ടമല്ല, സോഷ്യലിസത്തിന് ഇഷ്ടമല്ല, ഡെമോക്രാറ്റുകളെ ഇഷ്ടമല്ല, പോരാത്തതിന് ജൂതന്മാരെയും കണ്ടെത്തില്ല. അതായത് ഇയാൾ പറഞ്ഞത് ജർമ്മനിക്കാരെന്ന് വെച്ചാൽ ആര്യന്മാരുടെ പിന്തുടർച്ചക്കാരാണ്, നമ്മളാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർ പവർ എന്ന് പറയുന്നത്. ഈ ജൂതന്മാരെന്നൊക്കെ പറയുന്നത് യേശു ക്രിസ്തുവിനെ കൊന്നിട്ട് വന്നവന്മാരാണ്, ഇവന്മാർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുന്നു? പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊന്നു കളയുന്നു. അതാണ് ഹോളോ കാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞോ? ഇല്ല. ഹോളോ കാസ്റ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, ഇയാൾ തുടങ്ങുന്ന രഹസ്യ പോലീസിൻ്റെ പേരാണ് ഗസ്റ്റപ്പോ. എന്താണ്? ഗസ്റ്റപ്പോ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസാണ്. ഇയാളുടെ അഗ്രഷനാണ്. ഇയാൾ പോളണ്ടിനെ കയറി അടിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്ത് തുടങ്ങുന്നത്? രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ജർമ്മനിയിൽ നമുക്ക് എന്തൊക്കെ ഓർത്ത് വയ്ക്കാം? അപ്പോൾ ഇറ്റലിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? ഇറ്റലിയിൽ നിന്ന് കിട്ടി? ഫാമിലിയിൽ നിന്ന് ഓർത്ത് വെച്ചാൽ അതെ അല്ലേ? ഫാസിസം, മുസോളിനി, ഇറ്റലി. നിങ്ങൾ മുസോളിനി എന്ന് ആലോചിച്ച്, മുസോളിനി, ഈ മുസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഷിഞ്ഞിരിക്കുന്നു എന്നൊരു വാക്ക് നമുക്കതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂലേ? ഇത് ഞാൻ ഇവിടെ കേട്ട കോഡാണ്, അതുകൊണ്ട് എൻ്റെ സ്വന്തം കോഡൊന്നും അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നൊന്നും പറയണ്ട. മുസോളിനി എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞിരിക്കുക അല്ലേ? മുഷിഞ്ഞിരിക്കുമ്പോൾ ഷർട്ടൊക്കെ നമ്മൾ അഴുക്കൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യും? കറുത്തിരിക്കും അല്ലേ? അപ്പോൾ മുഷിഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ഷർട്ട്, മുഷിഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ മുസോളിനിയുടേത് ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ആരാണ്? ഹിറ്റ്ലറിന് കൊടുക്കുക അല്ലേ? അപ്പോൾ നാസിസം കൊണ്ടുവരുന്ന ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ പേരെന്താണ്? ബ്രൗൺ ഷർട്ട്. അത് ഹിറ്റ്ലറിൻ്റെ പടം ഒന്ന് ആലോചിച്ചാൽ മതി. ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മറ്റേ 11 മീശയും വെച്ചിട്ട് അല്ലെ ഒരു ബ്രൗൺ പട്ടാള യൂണിഫോമിൽ നിൽക്കുന്ന ഒരാളെ ഓർമ്മ വരുന്നത്. മുസോളിനി നമുക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഷർട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നത്. അതൊക്കെ ഒരു പിന്നെ ഗ്രേ കളർ ഷർട്ടാണ് അവർ ഉപയോഗിച്ചത്. ശരി, ഇനി ഈ ആളെ രഹസ്യ പോലീസിന്റെ പേരാണ് ഗസ്തപ്പോ. ഓക്കെ, ഗസ്തപ്പോ. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കി, ഗസ്റ്റപ്പോ, GESTAPO, ഗസ്റ്റപ്പോ. ജർമ്മനിയിലെ പോലീസ്, ജർമ്മനിയിലെ രഹസ്യ പോലീസ് ഗസ്തപ്പോ. കണ്ടോ? ഗസ്റ്റപ്പോ എന്ന് വെച്ചാൽ എന്താ? ജർമ്മനി. ഗസ്റ്റപ്പോ, ജർമ്മനിയിലെ പോലീസ്. ഗസ്തപ്പോ എന്ന് വെച്ചാൽ ജർമ്മനിയിലെ രഹസ്യ പോലീസിന്റെ പേരാണ് ഗസ്റ്റപ്പോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? അഗ്രഷൻ നടത്തുന്നു. അതിലൂടെ എന്ത് ആരംഭിക്കുന്നു? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. എന്താരംഭിക്കുന്നു? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. അപ്പൊ നോക്കിയേ, ടോട്ടലിറ്റേറിയനിസം അല്ലെങ്കിൽ സമഗ്രാധിപത്യത്തിന്റെ രണ്ട് ഉദാഹരണമാണ് ഫാസിസവും നാസിസവും. ഫാസിസം മുസോളിനി, നാസിസം അഡോൾഫ് ഹിറ്റ്ലർ. നമ്മൾ ഓർത്തു വയ്ക്കേണ്ട കോഡാണ് ഫാമിലി. ഫാസിസം, മുസോളിനി, ഇറ്റലി. അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിൽ നാസിസം കൊണ്ടുവരുന്നത് ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ. ഫാസിസം എന്ത് വരുന്നു? ഇറ്റലി. അതിനു വേണ്ടി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? 22 എന്ത് ചെയ്യുന്നു? ഇയാൾ മാർച്ച് നടത്തുന്നു തലസ്ഥാന റോമിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അധികാരം ഇലക്ഷനിലൂടെ അല്ല, റോമിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നു. ബ്ലാക്ക് ഷർട്ട്സ് തുടങ്ങുന്നു. മറ്റുള്ളവന്മാരെല്ലാം കൊന്നൊടുക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ തൊട്ട് അടുത്ത വർഷം 23-നാണ് ആര് നടത്തുന്നത്? ഇത് കണ്ടുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? നേരെ ബെർലിനിലോട്ട് പോകുന്നു. പക്ഷെ അവർ പിടിച്ചെന്താണ്? ജയിലിലിടുകയാണ് ചെയ്യുന്നത്. എങ്കിലും ജയിലിൽ കിടന്ന ഇയാൾ ആലോചിക്കുക, അയാൾ എന്തിനാണ് ജയിലിൽ പോയത്? രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിനല്ലേ? രാജ്യത്തിനെ മഹത്വവൽക്കരിക്കണം, രാജ്യമാണ് കിടിലം, നമ്മൾ ജനങ്ങളാണ് കിടിലം എന്ന് പറഞ്ഞാൽ ഒരാളെ ജയിലിൽ ഇട്ട് അയാൾ നമ്മളെ കണ്ടിൽ ആരാണ്? വീരപുരുഷനാണ് അല്ലേ? ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളൊക്കെ അവന്മാർക്ക് എന്താണ്? വീരപുരുഷന്മാരാണ്. നമുക്ക് എന്താണ്? ടെററിസ്റ്റാണ്. ആ ഒരു ലൈൻ. ഓക്കെ, അവന്മാർക്ക് വീരപുരുഷന്മാരായിരുന്നു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നു. പട്ടാള അധികാരത്തിലൂടെ പിടിച്ചെടുക്കുന്നു. ഓക്കെ, അങ്ങനെ 33 ഇലക്ഷനിൽ നിന്ന് തോറ്റിട്ടും എന്ത് പറ്റും? മാനിപ്പുലേഷൻസിലൂടെ അയാൾ അധികാരത്തിലേക്ക് വരും. അപ്പോൾ 23 വന്നു, 10 കൊല്ലം കഴിയുമ്പോൾ അധികാരത്തിൽ വരുന്നു. 23 വരുന്നു, 10 കൊല്ലം കഴിയുമ്പോൾ അധികാരത്തിൽ വരുന്നു. തൊട്ട് മുന്നത്തുള്ള 22-ലാണ് ആര് വരുന്നത്? നമ്മുടെ മുസോളിനി അവിടെ മാർച്ച് നടത്തുന്നത്. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിസ്റ്റിനെയും സോഷ്യലിസ്റ്റിനെയും ഡെമോക്രാറ്റ്സിനെയും ജൂതന്മാരെയും കൊന്നു. ഈ ജൂതന്മാരെ കൊന്നതാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു ഭയങ്കര വിഷയമായത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റും ഡെമോക്രാറ്റ്സും ഈ രാജ്യത്ത് കുറവാണ്, പക്ഷെ ജൂതന്മാർ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അപ്പുറത്തെ രാജ്യത്തൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ജൂതന്മാരെയൊക്കെ പിടിച്ച് അങ്ങ് കൊന്നു കളഞ്ഞു. ഓക്കെ, ഗസ്തപ്പോ എന്ന പേരിൽ ഒരു സീക്രട്ട് പോലീസ് തുടങ്ങുന്നു. ഗസ്തപ്പോ ജർമ്മനിയിലെ പ്രത്യേക പോലീസ്, ജർമ്മനിയിലെ പോലീസ്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ബാക്ക് ടു വാർ അല്ലെ? എന്താണ് രണ്ടാം ലോക മഹായുദ്ധം? കണ്ടോ, സ്പാർട്ടക്കോ അല്ലെ? സ്പാർട്ടക്കോ ഫൊണ്ടാൻഡോയോ ഒരുതൻ ഇയാൾ പണ്ട് യുദ്ധം ചെയ്യാൻ പോയതാ. അപ്പോൾ ഓക്കെ, യുദ്ധം ചെയ്യാൻ പോയിട്ട് മരിച്ചു പോയതാണ്. അപ്പോൾ ഈ കത്തൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാൾ എന്താണ്? സ്വന്തം ഇഷ്ടപ്രകാരമാണ്, വാശിയോടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോയതാണെന്നൊക്കെയാണ് ഇവർ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ സത്യത്തിൽ ഭാഗങ്ങളൊക്കെ യുദ്ധം ചെയ്ത് മരിച്ചു എന്നുള്ളതാണ് കഷ്ടം. അത് വിട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലോട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായ കാരണങ്ങളെ പറ്റി നമുക്ക് ഒന്ന് നോക്കിയാലോ.
അപ്പോൾ ടോട്ടലിറ്റേറിയനിസം ഇവിടെ ചോദ്യം കിടക്കുന്നുണ്ടോ? ടോട്ടലിറ്റേറിയനിസം വാസ് എ ത്രെറ്റ് ടു സിവിൽ ലിബർട്ടീസ് ആൻഡ് വേൾഡ് പീസ്. ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട്സ്. ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ 4 കാരണങ്ങളാക്കി ചുരുക്കിയിട്ടുണ്ട്. 4 കാരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് തന്നെയാണ്, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ട്രീറ്റി ഓഫ് വെഴ്സൈലിസ് ട്രീറ്റി, അത് കാരണം ജർമ്മനിക്കുണ്ടായ പ്രശ്നം. 2, ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഫെയിലിയർ, അതായത് ഈ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ലീഗ് ഓഫ് നേഷൻസ് വരും, നമ്മൾ ഇപ്പോഴത്തെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പോലെ, ഇതിൻ്റെ പ്രശ്നം. ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്, ഒന്നാം ലോക മഹായുദ്ധം പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, മിലിറ്ററി അലയൻസസ് ഫോം ചെയ്യുന്നു. പോളിസീസ് ഓഫ് അപ്പീസ്മെൻറ്റ്. ഓക്കെ, അപ്പീസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കണ്ടിട്ടും ഇങ്ങനെ നമ്മളിപ്പോൾ സംഭവം പറഞ്ഞുതരാമേ. ഈ അപ്പീസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ഇരിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളൊരു ശത്രു, നിങ്ങളൊരു ശത്രുവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തരും തമ്മിൽ അടിയുണ്ടാക്കുക. നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത ഒരുത്തരും തമ്മിൽ അടിയുണ്ടാക്കുക. നിങ്ങൾ എന്ത് ചെയ്യും കണ്ടിട്ട്? ഒന്ന്, നിങ്ങളുടെ ശത്രു, അവ അടിച്ചാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റവൻ നിങ്ങൾക്ക് ശത്രു അല്ലെങ്കിൽ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇവന്മാർ തമ്മിൽ അടിയുണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരുത്തനുമാണ് മറ്റു പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശത്രുവിന് ശത്രു മിത്രോടെ പറയാൻ പറ്റില്ല. ഓക്കെ, ശത്രു നമ്മളെ മറ്റൊരു ശത്രുവിനെ അടിക്കുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കരുത്. കയ്യും കെട്ടി നോക്കിയിരിക്കുക. പ്രീണന നയം ഒന്ന് നമ്മൾ എവിടെ പറയും? മലയാളത്തിൽ പറയും പ്രീണന നയം എന്ന് വെച്ചാൽ ഈ മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു പരിപാടി പോലെ ഈ പറയുന്ന രാജ്യങ്ങളിലായിട്ടുള്ള കുറേ പേര് ഈ പറയുന്ന അപ്യൂസ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇതും എന്തിനോ കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. അപ്പോൾ ആ കാരണം കൂടി ഞാനിപ്പോൾ അങ്ങ് പറയട്ടെ. ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരല്പം കൂടി പോകുമോ എന്ന് നോക്കട്ടെ. ട്രീറ്റി ഓഫ് വെഴ്സൈലീസ്, ഫെയിലിയർ ഓഫ് ദ നേഷൻസ്, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്, അപ്പീസ്മെൻറ്റ്, പിന്നെ പോസ്റ്റ് വേൾഡ് വാറും വരുന്നുണ്ട്. എങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തട്ടെ. തൊട്ടടുത്ത പാട്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പേടിക്കേണ്ട. അപ്പോൾ ലേറ്റൊന്നും വരത്തില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഭാഗങ്ങൾ നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.